അഞ്ചരയ്ക്ക് വിളിക്കുന്ന കുഞ്ഞമ്മയും കുറുവാസനം ജോസഫിനെ സ്വപ്നം കാണുന്ന അടിമകളും. കുറുവാസനം കുഞ്ഞമ്മ ചില്ലറക്കാരിയല്ല. ആരും അതുകൊണ്ട് തന്നെ ലൈറ്റായിട്ട് എടുക്കരുത്. കുഞ്ഞമ്മയെ കാണാൻ പോയില്ലെങ്കിൽ, പോയി ഉടമ്പടി എടുത്തില്ലെങ്കിൽ കുഞ്ഞമ്മ അതിരാവിലെ എന്ന് വിളിക്കും. അതും നല്ല സ്വീറ്റ് വോയിസിൽ. ഇത് കേട്ട് ചാടി എഴുന്നേറ്റ്, ഇതാ ഞാൻ കുഞ്ഞമ്മയുടെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്നൊന്നും ചാടി പറഞ്ഞു കളഞ്ഞ് പണി മേടിക്കരുത്. അതുപോലെ പല സ്ത്രീകളും ഇന്ന് കുറുവാസനം ജോസഫിനെ സ്വപ്നം കാണാൻ തുടങ്ങിയിരിക്കുന്നു. പോത്തിൻ്റെ പുറത്ത് കയറി ഈ പേക്കലാക്കാൻ സ്വപ്നത്തിൽ വന്ന് പലതും പറയും പോലും. അതുപോലെ ജോസഫ് അടുത്തുകൂടെ പോകുമ്പോൾ ചിലർക്ക് മുല്ലപ്പൂവിൻ്റെ മണം, ചിലർക്ക് പാലപ്പൂവിൻ്റെ മണം, മറ്റു ചിലർക്ക് കുന്തിരിക്കത്തിൻ്റെ മണം, അദ്ദേഹത്തെ നന്നായി അടുത്തറിയാവുന്നവർക്ക് വെടിമരുന്നിൻ്റെ മണം. എന്തായിരിക്കും ഇതിന് കാരണം? പട്ടിൻ്റെ മ്യാരകമായ അവസ്ഥാന്തരങ്ങളിലൂടെ കടന്നു പോകുന്ന ഇത്തരക്കാരെ നടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കരുത്. ചിലപ്പോൾ കടിച്ചേക്കാം. അതുകൊണ്ട് കുടുകിട്ട് മറിച്ചിട്ട് വരിഞ്ഞു കെട്ടിക്കൊണ്ടുപോവുക. എങ്ങോട്ട്? എറണാകുളത്തിന് അപ്പുറത്തേക്കുള്ളവർക്ക് കുതിരവട്ടത്തേക്കും, കുണ്ടന്നൂർ പാലത്തിന് ഇപ്പുറമുള്ളവർക്ക് ഊളംപാറയിലേക്കും. അസുഖം വരുമ്പോൾ ആശുപത്രിയിലൊന്നും പോകാതെ ജോസഫിൻ്റെ കുഞ്ഞമ്മയുടെ ഉപ്പുവാരി വായിലിടുന്ന ഒരു CBSE അധ്യാപികയുടെ വാക്കുകൾ ഇനി നമുക്ക് കേൾക്കാം. എൻ്റെ ഒരു ഫ്രണ്ട് കൃപാസനം മാതാവിനെ പറ്റി പറഞ്ഞു. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനും കൂടെ ഇവിടെ പള്ളിയിൽ വന്നു. നല്ല മഴയായത് കാരണം ഞങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല. അങ്ങനെ ഞാൻ തിരിച്ചുപോയി 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വെളുപ്പിനെ 5:30 സമയമായപ്പോഴത്തേക്ക് എന്നെ സിന്ധു എന്നാരോ വിളിച്ചു. നല്ല സ്വീറ്റ് വോയിസ് ആയിരുന്നു. അത് എൻ്റെ ചെവിയിൽ നന്നായിട്ട് മുഴങ്ങി നിൽക്കുകയായിരുന്നു. ഞാൻ അപ്പം തന്നെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്നെ ഇപ്പം വിളിച്ചിരുന്നോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഇല്ല ഞാൻ വിളിച്ചില്ല എന്ന് പറഞ്ഞു. രാവിലെ എഴുന്നേറ്റപ്പോഴും എൻ്റെ ചെവിയിൽ ഈ വിളി ഇങ്ങനെ മുഴങ്ങി നിൽക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ ഞാനൊരു വിളി കേട്ടു എന്ന് പറയുമ്പം പറഞ്ഞു, മാതാവിൻ്റെ അടുത്ത് ചെല്ലാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയില്ലല്ലോ, മാതാവ് വിളിച്ചതാണ്, അവിടുത്തെ പ്രാർത്ഥന തുടങ്ങുന്നത് 5:30 എന്ന് പറഞ്ഞു. ആ ആഴ്ചയിൽ തന്നെ ഞങ്ങളിവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് എനിക്ക് ആ പലിശയെല്ലാം ഒഴിവാക്കി തന്നു. ഞാൻ 18 വർഷമായിട്ട് CBSE സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ്, ടീച്ചറാണ്, ഒരു ഹിന്ദുവാണ്. ഇപ്പം എന്ത് അസുഖം വന്നാലും മാതാവിൻ്റെ ഈ നേർച്ച വസ്തുവായ ഉപ്പാണ് ഉപയോഗിക്കുന്നത്. ഹോസ്പിറ്റലിൽ അങ്ങനെ പോകാറേ ഇല്ല. അമ്മയുടെ സുഗന്ധ അഭിഷേകം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഉടമ്പടി എടുത്ത് ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴേ എനിക്ക് സ്പ്രേ അല്ല, നല്ലൊരു സുഗന്ധം, വീട്ടിലുള്ള സ്പ്രേയുടെ സുഗന്ധമല്ല, അതുപോലെ കുന്തിരിക്കത്തിൻ്റെ മണം അനുഭവപ്പെട്ടിട്ടുണ്ട്. ജനുവരി ലാസ്റ്റ് ഞാനൊരു ദിവസം ജോസഫച്ചനെ സ്വപ്നം കാണുകയും ജോസഫച്ചൻ എൻ്റെ അടുത്ത് ഇതാണ് പറയുന്നത്, നീ വചനങ്ങൾ നന്നായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ രാവിലെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ജോസഫച്ചൻ ഇത് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത് ഞാൻ സ്വപ്നം കണ്ടു, എന്തോ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടാൻ പോകാൻ തോന്നുന്നു പറഞ്ഞു. അതിനുശേഷമാണ് ഈ ജോലിയുടെ കാര്യം ഞങ്ങൾ അറിഞ്ഞത്. ജോസഫേ, നിനക്ക് വല്ല പണിക്ക് പോയി കൊടുറ ഗടിയേ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.